ഷാഫിക്ക് ഇത്രയധികം സ്വാധീനവും സ്വീകാര്യതയും ബഹുജനത്തിന്റെ ഇടയിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് കരുതലോടെ പെരുമാറിയിരുന്ന CPIM ഇന്നലെ കാട്ടിയ അബദ്ധം ഇനി ആവർത്തിക്കുമെന്ന് കരുതണ്ട. ഷാഫി വടകരയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് വരുമ്പോൾ ഡിവൈഎഫ്ഐക്കാർ മുമ്പിൽ ചാടുന്നു. രാഹുലിനെ പിന്താങ്ങിയ, രാഹുലിന്റെ ഗോഡ് ഫാദറായ ഷാഫിക്കെതിരെയായിരുന്നു മുദ്രാവാക്യം. സാധാരണ ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ വിവാദം കത്തി നിൽക്കുമ്പോൾ അതിൽ കൊണ്ടുപോയി തലവെക്കേണ്ട എന്ന് ഓർത്ത് ഒതുങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കും. അതാണ് ഡിവൈഎഫ്ഐക്കാർ കണക്ക് കൂട്ടിയതും. പക്ഷെ ഷാഫി ചെയ്തത് എന്താണെന്നറിയാമോ? ചങ്കൂറ്റത്തോടെ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വാഹനം നിർത്തിയിട്ട് ചാടിയിറങ്ങി. അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത് പോലീസാണ്. പോലീസ് നേരത്തെ സ്ഥലത്തുണ്ടായിരുന്നു. കാരണം ഷാഫിയെ തടയുമെന്ന് അവർക്ക് കൃത്യമായ സൂചനയുണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹം ഒരുക്കി ഷാഫിയയുടെ കാറ് പരിക്കേൽപ്പിക്കാതെ ആൾക്കൂട്ടത്തിൽ നിന്ന് കടത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എന്തൊരു യാത്ര നടത്തിയിരുന്നു. ആ യാത്രയിൽ വഴി തടയാൻ സാഹചര്യമുണ്ടെങ്കിൽ അടിച്ചോടിക്കുന്ന രീതിയായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ട. ഷാഫി അതിനൊന്നും രംഗത്തിറങ്ങില്ല. അതുകൊണ്ട് ഷാഫി അങ്ങനെ രക്ഷപ്പെടുത്തി വിടാമെന്ന് കരുതി പോലീസ് ഇരിക്കുമ്പോൾ ഷാഫി നെഞ്ചി വിരിച്ചുകൊണ്ട് ചാടി ഇറങ്ങുകയാണ്. പോലീസ് ആകപ്പാടും വെട്ടിലായി. പോലീസ് വട്ടം കൂടി. കാറ് തുറന്ന് പുറത്തു പോകാൻ കഴിയാത്ത വിധത്തിൽ അവർ കാവൽ നിന്നു. പക്ഷെ ഷാഫി അവിടെ നിന്ന് ഗ്ലാസിന്റെ ഇടയിലൂടെ തലയിട്ടിട്ട് വെല്ലുവിളിച്ചു ഡിവൈഎഫ്ഐക്കാരെ. കാരണം അവർ പകച്ചുപോയി. അവർ കരുതുന്നത് ഷാഫി വിട്ടുപോകാൻ ശ്രമിക്കും, ഷാഫിയുടെ വാഹനത്തിൽ അടിക്കാം, തെറി വിളിക്കാം, അങ്ങനെ വൈറലാക്കാം. അവരുടെ ക്യാപ്സ്യൂൾ അതായിരുന്നു. ഷാഫി അപമാനിച്ചു വിടുമ്പോൾ അത് വൈറലാകും. പക്ഷേ ഡിവൈഎഫ്ഐക്കാർക്ക് തൊട്ടടുത്തേക്ക് വരാൻ പോലും കഴിഞ്ഞില്ല. കാരണം ഷാഫി ചീറ്റപ്പുലിയെ പോലെ അവരെ വെല്ലുവിളിച്ചു കൊണ്ടുനിന്നു. അങ്ങനെ ആരും പേടിച്ചൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നായെ പറ്റുന്നൊന്നും പിടിക്കണ്ട. നീ സമരം വേണം ചെയ്തോ, അത് അവകാശം. വേണ്ടാത്ത ഭാഷ ഒന്നും ഉപയോഗിക്കണ്ട. സമരം പേര് പറയുക പേടിച്ചിട്ട് പോകുന്നു വിചാരിച്ചങ്ങള്. അതിന് ആളെ വേറെ നോക്കണം. പേടിപ്പിച്ചു വിടാൻ വിചാരിച്ചങ്ങള്. അതിന് ആളെ വേറെ നോക്കണം കേട്ടോ. പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങള്. അക്ഷരാർത്ഥത്തിൽ ഡിവൈഎഫ്ഐക്കാർ ചീറ്റിപ്പോയത് അവിടെയാണ്. അവരുടെ വീര്യം ചോർന്നു പോയി. ഷാഫി ഇങ്ങനെ ഒരു പെരുമാറ്റം നടത്തുമെന്ന് അവർ ചിന്തിച്ചേയില്ല. പോലീസ് പെട്ടുപോയി. പോലീസ് ബലം പിടിച്ചാണ് ഷാഫിയെ പിടിച്ചു നിർത്തിയതും തടഞ്ഞു നിർത്തിയതും. ഡിവൈഎഫ്ഐക്കാർക്ക് ഒടുവിൽ ഓടി രക്ഷപ്പെടേണ്ടി വന്നു. പോലീസുകാർ അവരെ ഒരു വിധത്തിൽ പറഞ്ഞു വിട്ടു. എന്നിട്ടും ഷാഫി മാധ്യമങ്ങളെ കണ്ടു, വെല്ലുവിളിച്ചു. ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും, ഇവിടുന്ന് പേടിച്ചോടാൻ വേറെ ആളെ നോക്കണം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നിന്ന ഷാഫിയുടെ നിൽപ്പ് ഇവിടെയാണ് CPM ആദ്യമായി പാളിച്ച പറ്റുന്നത്.